കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ കവിതയുടെ വീട്ടുകാർ സുഭാഷിന്റെ വീട്ടിലെത്തിയിരിക്കുക. ബ്രോക്കറും സന്തോഷത്തോടെ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾക്ക് ഈ വീട്ടിൽ നിന്നാണ് ഭർത്താവ് എന്നൊരു യോഗമുണ്ടാവും. അതാണ് ഒരുപാട് അന്വേഷിച്ചിട്ട് ഇവിടെ തന്നെ എത്തിയതെന്ന്. സുഭാഷും കുറെ അന്വേഷിച്ചതാ, അവസാനം ഇവിടെ തന്നെ വന്നല്ലോ എന്ന് ബ്രോക്കർ പറയുമ്പോഴേക്കും അടുക്കളയിൽ ചെന്ന് ചായ ട്രേ എടുക്കുന്ന നിധി കൂടെയുള്ള സുധീഷിനോടായി പലഹാര തട്ടെടുക്കാൻ പറയുകയാ. അവനും പലഹാരം എടുത്തോണ്ട് കുണുങ്ങി കുണുങ്ങി നടക്കുമ്പോഴേക്കും അതെ കുണുങ്ങാതെ നടന്നേ എന്ന് നിധിയും പറയുന്നുണ്ട്. അവിടെ കവിതയുടെ അച്ഛനും പറയുകയാ, ഇതുതന്നെ ഞങ്ങൾ വീട്ടിലും പറഞ്ഞത്, അവസാനം കറങ്ങി തിരിഞ്ഞ് ഇതിൽ തന്നെ എത്തിയെന്ന്. എന്ന് പറയേ വീടെല്ലാം നോക്കിക്കൊണ്ട് കഴുക്കോല ഉത്തരവൊക്കെ അതുപോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്ന് വല്യച്ഛനും ചോദിക്കുന്നുണ്ട്. അല്ലാതെ എല്ലാ ആഴ്ചയും തമാശക്കെടുത്ത് ഇളക്കി വെക്കാൻ പറ്റില്ലല്ലോ എന്ന് ഭാസ്കരനും ചോദിക്കുക. അപ്പോഴേക്കും നിധിയും സുധീഷും ചായയുമായി വന്ന് നിധി എല്ലാവർക്കും ചായ കൊടുക്കുക. ചായ കുടിച്ച് കവിതയുടെ അമ്മയും സുഭാഷ് വന്ന് പരിപ്പോടെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും ചിരിയ എന്ന് പറയേ വല്യച്ഛനും ഉള്ളത് പറയാലോ, അതുകൊണ്ട് അവള് പരിപ്പോടെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അതെ, നല്ല പറക്കും തളിക പോലെയുള്ള പരിപ്പ് വട എന്ന് കവിതയുടെ അമ്മ പറയുമ്പോ അവിടെ കൊണ്ടുവച്ച പലഹാരത്തിൽ നിന്ന് ഒരു സമൂസ എടുത്തു നോക്കി ഇത് മോൻ ഉണ്ടാക്കിയതാണോ എന്ന് കവിതയുടെ വല്യച്ഛനും ചോദിക്കുക. അല്ല, അത് വാങ്ങിച്ചതാണെന്ന് ഭാസ്കരൻ പറയുമ്പോ തോന്നി ഏറുപടക്കം പോലുണ്ടെന്ന് പറഞ്ഞ് അയാളും പൊട്ടിച്ചിരിക്കുക. അങ്ങനെ അവരെല്ലാരും കൂടി കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീരുമ്പോഴേക്കും അപ്പോ എല്ലാം സംസാരിച്ചു തീർന്നല്ലോ, എല്ലാ കണ്ടീഷനും ഓക്കെ ആണല്ലോ എന്ന് ബ്രോക്കറും ചോദിക്കുക. അത് കേൾക്കെ സുഭാഷും സംശയത്തോടെ നിൽക്കുമ്പോഴേക്കും കുഴപ്പമാവോ എന്ന് പതിയെ നിധി സുധീഷിനോടും ചോദിക്കുന്നുണ്ട്. എന്ത് കണ്ടീഷൻ എന്ന് സുഭാഷ് ബ്രോക്കറോട് ചോദിക്കേ. അതൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഈ കല്യാണം എവിടെ നടത്തണം, എത്ര സ്വർണം എടുക്കണം, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഇല്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അതെ, കല്യാണം നിങ്ങൾ എവിടെയാണോ നടത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ നമുക്ക് നടത്താം. പിന്നെ സ്വർണത്തിന്റെ കാര്യം അതിലിപ്പോ ഞങ്ങൾക്കൊരു നിർബന്ധവുമില്ല, അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതിയെന്ന് സുധീഷ് പറയുമ്പോ അത് നിങ്ങളുടെ നിലപാട്, പക്ഷേ ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടതെന്താണോ അത് ഞങ്ങൾ വൃത്തിയായി ചെയ്യുമെന്ന് കവിതയുടെ അച്ഛനും. വളരെ നല്ലതെന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും ഇന്ന് ബുധൻ, രാഹു 12-ന് തുടങ്ങും, അതിനു മുമ്പ് നിശ്ചയത്തിന്റെ തീയതി കുറിച്ചാലോ എന്ന് കവിതയുടെ അച്ഛൻ ചോദിക്കെ ഭാസ്കരനും അത് സമ്മതിക്കുക. പയ്യന്റെ ജാതകം കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ മുഹൂർത്തം നോക്കിച്ചു, അടുത്ത മാസം ഒരു 3 മുഹൂർത്തമുണ്ട് അല്ല ഏട്ടാന്ന് കവിതയുടെ അമ്മ ചോദിക്കേ. അതെ, 15, 25 പിന്നെ 30, ഇതിൽ നിങ്ങൾക്ക് ഏതാ ഓക്കെ ആയിട്ടുള്ളതെന്ന് കവിതയുടെ അച്ഛനും ചോദിക്കുന്നുണ്ട്. അല്ല, 15 തന്നെ ആയിക്കോട്ടെ എന്ന് ഹരീഷ് പറയേ. മതി എന്ന് അവരും. അപ്പൊ അതിന്റെ 4 ദിവസം മുമ്പ് നിശ്ചയത്തിന്റെ ചടങ്ങ് നടത്താം, നിങ്ങൾക്കാർക്കും കുഴപ്പമില്ലല്ലോ എന്ന് കവിതയുടെ അച്ഛൻ ചോദിക്കേ. ഏയ്, അതിന് ഞങ്ങൾക്ക് എന്ത് കുഴപ്പം, ഒന്ന് വേഗം കഴിഞ്ഞു കിട്ടണം അല്ലേടാന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീരുമാനിച്ചേ കവിതയുടെ വീട്ടുകാർ യാത്ര പറയാൻ തുടങ്ങുകയാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, യാത്രയില്ല, ഇന്ന് മുതൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണ്ടേ, തീയതി ഇപ്പൊ ഇങ്ങടുക്കും, മണ്ഡപമൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞാൻ വിളിച്ചു പറയാം, ശരി എന്ന് പറഞ്ഞ് കവിതയുടെ അച്ഛൻ അവരോട് യാത്ര പറയുകയാ. ഭാസ്കരനും അവരെ യാത്രയാക്കാനായി കൂടെ ചെല്ലുന്നുണ്ട്. അവർ യാത്ര പറഞ്ഞ് കാറിൽ കയറുമ്പോഴേക്കും ഭാസ്കരനും ബ്രോക്കർ ഫീ എടുത്ത് സ്കൂട്ടിയിൽ കയറാൻ തുടങ്ങിയ ബ്രോക്കറുടെ പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് ബ്രോക്കർ പറയുമ്പോൾ വലിയ അഭിനയൊന്നും വേണ്ട, ഇതങ്ങോട്ട് വെക്കെന്ന് ഭാസ്കരനും. ഡൈനിങ് ഹാളിൽ അവർ പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു സുഭാഷും കൂട്ടരും. പെട്ടെന്നാണ് നികേഷ് സുഭാഷ് ഏട്ടനെ ചേർത്ത് പിടിച്ച് പൊട്ടി കരയുന്നത്. സുഭാഷും അമ്പരപ്പോടെ എന്താടാ, എന്തിനാ നീ കരയുന്നേ എന്ന് ചോദിക്കുമ്പോ അവനും കരച്ചിലടക്കി ഏയ് ഒന്നുമില്ല ചേട്ടാ, സന്തോഷം കൊണ്ടാ എന്ന് പറയുമ്പോഴേക്കും സുധീഷും ചിരി വരുത്തിക്കൊണ്ട് ഇവനെ പോലൊരുത്തൻ നോക്കിക്കേ, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരേ കരച്ചിൽ തന്നെയാ, കഷ്ടം തന്നെയാടാ നിന്റെ കാര്യമെന്ന് പറയുന്നുണ്ട്. സുഭാഷും എടാ, നീ പറഞ്ഞതുപോലെ കുറച്ച് പെട്ടെന്നായി പോയില്ലേ, നമ്മൾ എങ്ങനെ ഇത് നടത്തുക, അവരുടെ മുന്നിൽ വെച്ചൊന്നും പറയാനും പറ്റില്ല എന്ന് പറയുമ്പോ അതൊക്കെ ചെയ്യാൻ ചേട്ടാ, ഈ കല്യാണം എത്രയും വേഗം ഈ വീട്ടിൽ നടത്തി കാണിക്കണം, സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തന്നെ സുഭാഷേട്ടന് കിട്ടുമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതല്ലടാ, പെട്ടെന്നുള്ള കല്യാണത്തിന് കാശ് വേണ്ടേ, ഉള്ളതെല്ലാം എടുത്തല്ലേ നമ്മൾ സുധീഷിന്റെ കല്യാണം നടത്തിയത്, ഉടനെ പോയി നമ്മൾ എവിടുന്ന് കാശുണ്ടാക്കും, അതിന് ശ്രമിച്ചാലും അത് ശരിയാക്കാനെല്ലാം കുറച്ച് സമയം വേണ്ടേ എന്ന് സുഭാഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും എന്ത് വർത്താനാ സുഭാഷേട്ട ഇത്, എന്റെ കല്യാണം സുഭാഷേട്ടൻ നടത്തിയെങ്കിൽ സുഭാഷേട്ടന്റെ കല്യാണം നടത്തേണ്ടത് എന്റെ അവകാശമല്ലേ, എത്ര വേണമെങ്കിലും അതിന് 1000 ലക്ഷങ്ങളാണെങ്കിലും ഈ സുധീഷ് കൊടുക്കും എന്ന് സുധീഷ് വിളിച്ചു പറയുന്നത് കേൾക്കെ ബെസ്റ്റ് എന്ന് ഹരീഷും പറയുന്നുണ്ട്. നികേഷും സുധീഷേട്ടാ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ നാക്കെടുത്ത് വീശിയാ പോരെ, ഇന്നേ വരെ ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളാ സുധീഷേട്ടൻ, എന്തേലും ചെയ്യേണ്ട ആവശ്യം വന്നാ അപ്പൊ അവിടുന്ന് സ്കൂട്ടാവുന്ന ആളല്ലേ, ഇത്രയും നാളായിട്ട് എനിക്കൊരു പെൻസിലെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ, ആ ആളാണ് കല്യാണത്തിന്റെ മൊത്തം ചെലവും നോക്കാൻ പോകുന്നത്, എന്തിനാ വെറുതെ ഞങ്ങൾക്ക് ഇട്ട് താങ്ങുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും എന്ന് സുധീഷും വെല്ലുവിളിയോടെ പറയുന്നുണ്ട്. എടാ സുധീഷേ എന്ന് സുഭാഷ് വിളിക്കുമ്പോ സുഭാഷേട്ടൻ ഇതിൽ ഇടപെടണ്ട, ഈ കല്യാണം ഞാൻ നടത്തും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാ, നിശ്ചയിച്ച ദിവസം അവർ ഫിക്സ് ചെയ്ത മണ്ഡപത്തില് സുഭാഷേട്ടന്റെ കല്യാണം ഗംഭീരമായി നമ്മൾ നടത്തും, ഞാൻ നടത്തും, ഇതുപോരെ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും അതേ ഒരു 3 തവണ സത്യം കൂടി ഇട്ടേക്ക്, ഇമ്പാക്ട് കിട്ടിക്കോട്ടെ എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഹരീഷേ നീ നോക്കിക്കോ എന്ന് വെല്ലുവിളിയോടെ പറഞ്ഞ് സുധീഷും അവിടെ നിറങ്ങി പോവുകയാണ്. നിധിയും ഹരീഷും കൂടി അവിടുന്ന് പോകുമ്പോഴേക്കും ടെൻഷനോടെ നിൽക്കായിരുന്ന നികേഷിനോടായി എന്തുവാടാ ഇത്, ചുമ്മാതിരി
എന്ന് പറഞ്ഞ് കാര്യമറിയാതെ സുഭാഷും നികേഷിനെ ചേർത്ത് പിടിക്കുക. പിന്നീട് രാത്രിയാവുമ്പോൾ ഡൈനിങ് ഹാളിൽ നിലത്ത് റീൽസും കണ്ടിരിക്കുക സുധീഷ്. നികേഷ് അങ്ങോട്ട് വന്ന് മൊബൈലിലേക്ക് നോക്കിക്കൊണ്ട് ഇതാണോ കണ്ട് വായും പൊളിച്ചിരിക്കുന്നത് ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെയുള്ള ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും എന്താടാ ഈ കുട്ടിയുടെ നല്ല പെർഫോമൻസ് അല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ട പെൺകുട്ടികളുടെ റീൽസും കണ്ടിരിക്കുന്നതിനെ ഒരിക്കലേ എഴുത്തിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നികേഷ് പറയുമ്പോൾ എന്തിന് അടാ അവളും ഞാനും തമ്മിൽ നടന്നത് കല്യാണമാണെന്ന് അവൾക്ക് വിചാരം പോലും ഇല്ലല്ലോ. ഞാൻ റീൽസ് അല്ലേ കാണുന്നുള്ളൂ, അല്ലാതെ നേരിട്ട് വായി നോക്കാനൊന്നും പോകുന്നില്ലല്ലോ. കാണും പോടാ എന്ന് പറഞ്ഞ് അവൻ ആ റീൽസ് നോക്കിയിരിക്കുക. ഹരീഷും അങ്ങോട്ട് വന്ന് സുധീഷ് ഏട്ടാന്ന് വിളിക്കുക. അവനത് മൈൻഡ് ചെയ്യാതെ മൊബൈലിൽ നോക്കിയിരിക്കണ കണ്ട് ഹരീഷ് പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ പിടിച്ചു വാങ്ങുകയാ. ദേഷ്യത്തോടെ സുധീഷും എടാ എന്താടാ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇത്ര അടുത്തു നിന്ന് വിളിച്ചിട്ടും കേട്ടില്ലേ എന്ന് ഹരീഷും ചോദിക്കുക. ഓ വിളിക്കുമ്പോ എഴുന്നേറ്റ് നിന്ന് കുമ്പിടാൻ നീ ആര് രാജാവോ? ഇങ്ങോട്ട് താടാ ഫോണെന്ന് പറഞ്ഞ് പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഹരീഷ് അത് കൊടുക്കാതെ ഈ റീലിപ്പോ കണ്ടില്ലെങ്കിൽ ഓടിപ്പോവില്ലല്ലോ, അവിടെ തന്നെ ഉണ്ടാവില്ലേ, എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് ഹരീഷ്. അത് കേൾക്കെ സുധീഷും അവിടെ നിന്ന് എഴുന്നേറ്റുണ്ട്. ആഹാ നീ സംസാരിക്കണമെന്ന് ആജ്ഞാപിക്കുമ്പോഴേക്കും ഞാനെല്ലാം അവസാനിപ്പിച്ച് റെഡിയായി നിൽക്കണോ? എനിക്കിപ്പോ സംസാരിക്കാൻ സൗകര്യമില്ല, നീ ഫോൺ ഇങ്ങുത്താ എന്ന് പറയുമ്പോഴേക്കും തരില്ലെന്ന് ഹരീഷും. രണ്ടുപേരും ബഹളമുണ്ടാക്കി അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് നിധിയും അങ്ങോട്ടെത്തുകയാണ്. അവളെ കണ്ടവർ ഒതുങ്ങി നിൽക്കുമ്പോഴേക്കും അവളും ദേഷ്യത്തോടെ അവരെ ഒന്ന് നോക്കിയിട്ട് റൂമിലേക്ക് കയറി പോവുകയാ. ഹരീഷും സുധീഷിന്റെ മൊബൈലുമായി ഒരു ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും സുധീഷും അവന്റെ അരികിലേക്ക് ചെന്നിരുന്ന് പെട്ടെന്ന് മൊബൈൽ പിടിച്ചു വാങ്ങുകയാ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ മൊഴി എന്ന് സുധീഷ് പറയുമ്പോൾ കല്യാണം എങ്ങനെ നടത്തും, കയ്യിൽ കാശില്ലെന്ന് സുഭാഷിട്ടം പറഞ്ഞതല്ലെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ കേട്ടു അപ്പോ എന്ന് സുധീഷും. അത് ശരി, കല്യാണത്തിന്റെ കാര്യത്തിൽ സുധീഷേട്ടൻ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയില്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഞാനെന്താ പറഞ്ഞേ എന്ന് സുധീഷും. അത് ശ്രദ്ധിച്ചോണ്ടിരിക്കുകയെന്ന് നികേഷിനോട് ഹരീഷ്. കണ്ടില്ലേ നികേഷെ, എല്ലാവരുടെയും മുന്നിലെ വലിയ ഡയലോഗ് അടിച്ചു വിട്ടിട്ട് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? എടാ നീ പറഞ്ഞ ഇങ്ങനെ എന്താ പറഞ്ഞെന്ന് ഹരീഷ് പറയുന്നുണ്ട്. സുഭാഷേട്ടന്റെ കല്യാണത്തിന് എത്ര ചെലവായാലും വേണ്ടില്ല, അത് മുഴുവൻ സുധീഷേട്ടൻ നോക്കിക്കോളാം എന്നാ സുധീഷേട്ടൻ പറഞ്ഞു എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ സുധീഷും അവന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്ന് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്ന് ദേ വേഷം കെട്ടെടുക്കരുത് എന്ന് പറയുന്നുണ്ട്. എടാ നികേഷേ, ഞാൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ ഞാൻ എപ്പോഴാ പറഞ്ഞത് എന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ. അങ്ങനെ തന്നെയാ പറഞ്ഞത്, എത്ര ലക്ഷം ചിലവായാലും കുഴപ്പമില്ലെന്നും പറഞ്ഞു. സത്യമായിട്ടും പറഞ്ഞു എന്ന് നികേഷും. അതുകൾക്ക് സുധീഷും ആ ശരി പറഞ്ഞു എന്ന് തന്നെ വെക്ക്, അതിനിപ്പോ എന്താ വേണ്ടെന്ന് സുധീഷും. ദേ നോക്ക് സുധീഷേട്ടാ, എന്റെ കയ്യിൽ അത്രയ്ക്ക് കാശൊന്നുമില്ല, പറഞ്ഞ പോലെ എല്ലാ ചെലവും സുധീഷേട്ട നോക്കോ അതോ ഞാൻ എന്തെങ്കിലും ചെയ്യണോ? എടോ വാ തുറന്ന് പറ, എന്റെ ചെലവും ചേട്ടൻ തന്നെ ചെയ്യോ എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുമ്പോ എടാ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, എന്റെ കയ്യിൽ എവിടുന്ന് കാശുണ്ടാവാനാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, എല്ലാ ചെലവും ചെയ്യാന്ന് നിങ്ങൾ പറഞ്ഞതാ, കയ്യിൽ വെച്ചിരുന്ന കാശെല്ലാം നിങ്ങളുടെ കല്യാണത്തിന് ചിലവായി പോയി. എന്റെ കല്യാണം സുഭാഷേട്ടൻ നടത്തിയില്ലേ, ഏട്ടന്റെ കല്യാണം ഞാൻ നടത്തണ്ടേ എന്ന് വലിയ വാചകം അടിച്ചത് മറന്നുപോയോ? ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ ആ അത് ശരി, അപ്പോ എല്ലാ ചെലവും എന്റെ തലയിൽ കെട്ടിവെക്കണം, അതാണ് നിന്റെ ലക്ഷ്യം അല്ലേടാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഓ അങ്ങനെയൊന്നും കെട്ടിവെക്കണമെന്ന് ആരും വിചാരിച്ചിട്ടില്ല, പറഞ്ഞത് സുധീഷേട്ടൻ തന്നെയാ. ഇപ്പൊ കാര്യം പറ, കയ്യിൽ കാശുണ്ടോ ഇല്ലയോ എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷും പരങ്ങലോടെ നിൽക്കണ കണ്ട് എടോ എനിക്ക് എവിടെന്നെങ്കിലും കാശ് അറേഞ്ച് ചെയ്യണം, തുറന്നു പറ എന്ന് ഹരീഷും. പിന്നെ ഞാൻ കാശടിക്കുന്ന മെഷീൻ വെച്ചോണ്ടിരിക്കുകയാണല്ലോ, ഇത്രയും കാശിനെ ഞാൻ എവിടെ പോവാനാ? ചിലപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല എന്ന് വെച്ച് കല്യാണത്തിന്റെ മൊത്തം ചെലവും ഞാൻ വഹിക്കണമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ഏർപ്പാടാ, നടക്കൊന്നും ഇല്ലെന്ന് സുധീഷും. ഇതിൽക്കെ നികേഷും സുധീഷേട്ടാ ഹരീഷേട്ടൻ അങ്ങനെയല്ല പറഞ്ഞത്, എല്ലാ ചെലവും സ്വന്തമായി നടത്തിക്കോളാന്ന് പറഞ്ഞില്ലേ, അതെന്ത് ഐഡിയ വെച്ചിട്ടാണെന്നാ ചോദിച്ചത് എന്ന് ചോദിക്കേ. ഹരീഷും എനിക്കൊരു കുറിയുണ്ട്, അത് വിളിക്കാം, കുറച്ച് കാശ് ഞാൻ ഓണറുടെ അടുത്തൊന്നും ചോദിക്കാം, ബാക്കി കാശിന് എന്ത് ചെയ്യും അത് പറയുന്ന ഹരീഷും. ആകെ പരങ്ങളോടെ അത് നമുക്ക് പിന്നെ നോക്കാമെന്ന് സുധീഷും. കല്യാണം ഇങ്ങ് അടുത്തു, പിന്നെ നോക്കാന്ന് പറഞ്ഞാ പിന്നെ എങ്ങനെയാ ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ എടാ നിന്റെ ഓണറെ പോലെയല്ല എന്റെ ഓണർ, ഇപ്പൊ തന്നെ അയാളുടെ കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞിട്ടാ ജോലിക്കെടുത്തത്, എന്റെ കയ്യിലാണെങ്കിൽ ചില്ലി കാശ് സേവിങ്സ് ഇല്ല, എടാ എന്തേലും വഴി ഉണ്ടാക്കാം, നീ മനുഷ്യനെ വിട്ടേ എന്ന് സുധീഷും. ഹരീഷും ദേഷ്യത്തോടെ ഇയാൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, പിന്നെന്തിനാ കല്യാണം ഏറ്റെടുത്ത് നടത്തിക്കോളാമെന്ന് വിളിച്ചു പറഞ്ഞതെന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. ഏറ്റെടുത്ത് നടത്താന്ന് പറഞ്ഞാ പണം ചിലവാക്കാണെന്നാണോ അതിന്റെ അർത്ഥം? ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യേ, കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്താന്നോ ചെറിയ രീതിയിൽ നടത്താന്നോ അങ്ങ് തീരുമാനിക്കും കേട്ടോ, അപ്പോ ചെലവ് കുറച്ച് കുറയുകയും ചെയ്യും എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. ആഹാ ഇയാളുടെ കല്യാണത്തിന് ഒരു ഉഗ്രൻ റിസപ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നു ഓർമ്മയുണ്ട് എന്ന് ഹരീഷ് ചോദിക്കുമ്പോ ഞാനത് ആവശ്യപ്പെട്ടോന്ന് ഒരു കാര്യവുമില്ലാതെ എന്നോട് ചോദിക്ക പോലും ചെയ്യാതെ നിങ്ങളാണ് അത് നടത്തിയത്, അത് നിങ്ങളുടെ തെറ്റാണ് എന്ന് പറഞ്ഞ് നികേഷിനോടും കൂടി എടാ ഞാൻ നിങ്ങളോട് കാശ് ചിലവാക്കാൻ പറഞ്ഞോന്ന്, എന്നിട്ട് നിങ്ങളുടെ മണ്ടത്തരത്തിന് ഞാൻ ഉത്തരം പറയണമെന്നല്ലേ, കൊള്ളാലോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ദേ വെറുതെ ഓരോന്ന് പറഞ്ഞ് അടിയുണ്ടാക്കാൻ നിക്കല്ലേ, എന്താണോ സംസാരിക്കേണ്ടത് അത് മാത്രം സംസാരിക്കുന്ന നികേഷും പറയുന്നുണ്ട്. എടാ ഇങ്ങേരുടെ വായിന്ന് വരുന്നത് കേട്ടാ പിന്നെ കലി വരാതിരിക്കോ, നോക്കിക്കോ സുഭാഷേട്ടന്റെ കല്യാണത്തിന് ഇങ്ങേരെ 10 പൈസ തരാൻ പോണില്ല, എടാ ഇന്നേ വരെ വീട്ടു ചെലവിന് എന്തെങ്കിലും തന്നിട്ടുണ്ടോ, എടാ ഇങ്ങേര് വെറും ഫ്രോഡാ എന്ന് ഹരീഷ് വിളിച്ചു പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ ഫ്രോഡോ, ആരടാ ഫ്രോഡ് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എടോ ഇങ്ങേര് കാണിക്കുന്നത് തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങേരിപ്പോ ചെയ്യുന്നത് തനി ഫ്രോഡ് പരിപാടിയാ, ചെലവ് മൊത്തം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരെ ഉൾട്ടടിക്കാൻ നോക്കുന്നോ
ഹരീഷും ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടന്റെ കല്യാണം നാളെയൊന്നുമല്ലല്ലോ, നീ എന്തിനാ ഇക്കാര്യം ഇപ്പൊ സംസാരിക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കേ. എടോ, സുഭാഷേട്ടന്റെ കല്യാണം ഇനി എന്ന് നടന്നാലും നിങ്ങൾ 10 പൈസ തരാൻ പോകുന്നില്ല. എടോ, തനിക്ക് അതിനുള്ള മനസ്സും ഇല്ല കഴിവുമില്ല എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ സുധീഷ് അവന്റെ കരണ താഞ്ഞടിക്കുകയാണ്. ദേഷ്യത്തോടെ ഹരീഷും അവന്റെ കരണത്തൊന്ന് കൊടുക്കുന്നുണ്ട്. അവർ തമ്മിൽ അടിപിടിയാകുമ്പോഴേക്കും അടി ഉണ്ടാക്കല്ലേ സുധീഷേട്ടാ, ഹരീഷേട്ടാ പറയുന്ന കേൾക്ക്, അടി ഉണ്ടാക്കല്ലേ ഏട്ടാ പറയുന്ന കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് നികേഷ് വിളിക്കുന്നുണ്ടെങ്കിലും രണ്ടും കൂടി അടി കൂടി നിലത്തേക്ക് മറിഞ്ഞു വീണ് നിലത്ത് കിടന്ന് ഉരുണ്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നികേഷ് അവരെ പിടിച്ചു നിർത്താനായി നോക്കുന്നുണ്ടെങ്കിലും അവർ അടി നിർത്തുന്നേയില്ല. ആ കാഴ്ച കൊണ്ട് സുഭാഷും അങ്ങോട്ട് ഓടി വന്ന് അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുമ്പോഴേക്കും അവർ എണീറ്റ് വീണ്ടും അടിപിടി കൂടുകയും വീണ്ടും അവർ നിലത്തേക്ക് വീഴുമ്പോഴേക്കും റൂം തുറന്ന് നിധിയും അങ്ങോട്ടെത്തുന്നുണ്ട്. അവൾ അത് കാണാൻ നീർത്തെന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ടെങ്കിലും അടി കൂടിക്കൊണ്ടിരിക്കുന്ന അവരെ പിടിച്ചു മാറ്റി ഏട്ടത്തി പറഞ്ഞത് കേട്ടില്ലെന്ന് നികേഷ് ചോദിക്കുന്നുണ്ടെങ്കിലും അവരത് കാര്യമാക്കാതെ വീണ്ടും അടികൂടി നിലത്തേക്ക് മറിഞ്ഞു വീഴുകയാണ്. അപ്പോഴേക്കും ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് പോയിരുന്ന നിധിയും അങ്ങോട്ടെത്തി ഒരു പാത്രം ദേഷ്യത്തോടെ നിലത്തേക്ക് എറിയുകയാണ്. അതിന്റെ ശബ്ദം കേട്ട് അവർ അടി നിർത്തി കിതപ്പോടെ ഇരിക്കുമ്പോഴേക്കും ഒന്ന് നിർത്തുന്നുണ്ടോ ഇല്ലയോ? ഇത്ര വിവരമില്ലേ നിങ്ങൾക്ക്? ചെറിയ പിള്ളേരാണോ നിങ്ങള്? അവര് പോലും കെട്ടിമറിഞ്ഞ് ഇങ്ങനെ അടി കൂടിയില്ലല്ലോ. തൂണ് പോലെ ഇത്രയും വളർന്നിട്ട് ഇങ്ങനെ അടി കൂടാൻ നാണമില്ലേ? ഇനി ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടാ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച മറ്റേ പാത്രം കൂടി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യത്തോടെ റൂമിലേക്ക് പോവുകയാ നിധി. അതിനിടയിൽ തിരിഞ്ഞു നിന്ന് സോറി സുഭാഷേട്ടാ എന്ന് സുഭാഷിനോടായി പറഞ്ഞവൾ പോകുന്നുണ്ട്. അകെ നിലത്തെ അവശരായിരിക്കുന്ന ഹരീഷിനോടും സുധീഷിനോടും എന്താടാ ഇതൊക്കെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും സുധീഷും എഴുന്നേറ്റ് കൊണ്ട് ഞാനല്ല സുഭാഷേട്ടാ, എന്റെ മെക്കിട്ട് ഇവൻ വന്ന് കയറിയതാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹരീഷും ദേഷ്യത്തോടെ എഴുന്നേറ്റ് കൊണ്ട് ഞാനോ? എടോ, എന്തുണ്ടായെന്ന് ഞാൻ പറയട്ടെ, താൻ എന്താ പറഞ്ഞെന്ന് ഞാൻ പറയട്ടെ എന്ന് ഒച്ച വെച്ച് ചോദിക്കുമ്പോഴേക്കും എന്താ പറഞ്ഞത്, എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ച് സുധീഷ് വീണ്ടും അവനുമായി അടിയുണ്ടാക്കാൻ തുടങ്ങുക. സുഭാഷും അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞിട്ട് പോയത് നിങ്ങളൊക്കെ കേട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നികേഷും കൈകൂപ്പിക്കൊണ്ട് ദയവ് ചെയ്ത് അടിയുണ്ടാക്കി ഏട്ടത്തിയെ പറഞ്ഞു വിടരുത്, എനിക്ക് അത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാ. പോയി ഇരിയുടെ അവിടെ എങ്ങാനും എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഹരീഷും സുധീഷും അവിടുന്ന് പോവുകയാ. പിന്നീട് രാവിലെ ആവുമ്പോൾ അച്ഛൻ അവിടെ മുറ്റത്ത് സൈക്കിൾ കഴുകിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് പൊടി പാറിച്ച് ഹരീഷ് മുറ്റമടിച്ചോണ്ടിരിക്കുന്നത്. അത് കാണേ അച്ഛനും പൊടി മുഴുവൻ പറത്തിക്കൊണ്ടാണോ തൂക്കുന്നത്, വെള്ളവും നനയ്ക്കാതെ മറ്റുള്ളവരുടെ മുഖത്തോട്ടാ പൊടി കയറുന്നു എന്ന് പറഞ്ഞ് സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് മാറ്റിയിടുകയാ. അവിടെ വീടിനകമെല്ലാം തുടച്ചുകൊണ്ടിരിക്കുക സുധീഷ്. അപ്പോഴേക്കും മുറ്റത്ത് വെള്ളം തളിക്കാനായി തുടങ്ങുകയാ. സൈക്കിളിനടുത്ത് നിൽക്കുന്ന അച്ഛന്റെ ദേഹത്തും വെള്ളം വീഴുമ്പോഴേക്കും എന്തുവാടാ ഇത്, ആള് നിൽക്കുന്നത് കണ്ടില്ല ഞാൻ തോന്നി എന്ന് അച്ഛനും വിളിച്ചു പറയുന്നു. അപ്പോഴേക്കും വീടിനകത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് സുധീഷും വിളക്ക് വെക്കാൻ തുടങ്ങിയിരുന്നു. അത് കാണേ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന നികേഷും സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ടിരിക്കുക. സുധീഷ് കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിയുമ്പോഴേക്കും അവിടെ ഇരുന്നൊരു ചുമ വരുത്തുന്നുണ്ട്. ആരതിയെല്ലാം കഴിഞ്ഞ് ഭസ്മക്കുറിയെല്ലാം അണിഞ്ഞ് ഈശ്വര രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിധിയുടെ റൂമിലേക്ക് എത്തിക്കൊണ്ട് ചുറ്റുപാടും നോക്കി ക്ലീൻ എന്ന് പറയുമ്പോഴേക്കും ഭക്തി കൂടിയപ്പോഴേക്കും അഡ്രസ്സ് മാറിപ്പോയല്ലേന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. കമന്റ്സ് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹരീഷും സുഭാഷും അങ്ങോട്ട് എത്തുകയാണ്. സുഭാഷ് അവരോടായി ഇതേ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെന്ന ചിന്ത വേണം നിങ്ങൾ, എന്തിനിങ്ങനെ രണ്ടുപേരും കൂടി അടി കൂടുന്നത്? ഞാൻ എത്ര തവണ നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്, ഒരു തവണയെങ്കിലും നിങ്ങൾ അത് വില വെച്ചിട്ടുണ്ടോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടാ ഞാനൊന്നുമല്ല ഇവനെ എല്ലാത്തിനും കാരണം എന്ന് സുധീഷ് പറയേ. ആഹാ ഞാൻ എന്ത് ചെയ്തെന്നാ എന്ന് ഹരീഷ്. അത് ശരി, പിന്നെ ഞാനാണോ വഴക്കുണ്ടാക്കിയേ എന്ന് സുധീഷ് ചോദിക്കും. അതെ ഇയാൾ തന്നെയാ വഴക്കുണ്ടാക്കിയെന്ന് ഹരീഷും. ഇവിടെ വെറുതെ തോന്നിയസം പറഞ്ഞാലുണ്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഒന്ന് നിർത്തി രണ്ടുപേരും. രാവിലെ തന്നെ വീണ്ടും തുടങ്ങി രണ്ടുപേരും. ഇന്നലെ ഏടത്തി പറഞ്ഞ കേട്ടതാണല്ലോ. ദേ ഏടത്തി ഈ വീട്ടിൽ നിൽക്കണോ അതോ പോണോ? ദേ നിങ്ങൾ കാരണം ഏട്ടത്തി ഈ വീട്ടിൽ നിറങ്ങിപ്പോയി കഴിഞ്ഞു രണ്ടുപേരെയും ഞാൻ ഓടിച്ചു വിടും ഉറപ്പാണെന്ന് നികേഷും പറയുന്നുണ്ട്. അവനോടായി മതിയടാ നിർത്ത് എന്ന് ഹരീഷ് പറയും. ചെക്ക ഇതാണ് നമ്മുടെ കുടുംബം, കാലങ്ങളായി ജീവിച്ചു പോരുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പെട്ടെന്നൊരു ദിവസം എല്ലാ മര്യാദയും തികഞ്ഞൊരു കുടുംബമായി ജീവിക്കാൻ ഇച്ചിരി പാടാ, നീ പോയി നിന്റെ പണി നോക്കടാന്ന് സുധീഷും പറയുമ്പോഴേക്കും നിധിയും റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അത് ശരി, അപ്പൊ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് ഞങ്ങൾ വായുംപൂട്ടി എന്ന് നികേഷ് പറയുമ്പോഴാണ് റൂമിനരികിൽ നിൽക്കുന്ന നിധിയെ കാണുന്നത്. എന്താടാ നിർത്തിയേ, പറയടാ പറ എന്ന് പറഞ്ഞ് സുധീഷ് നോക്കുമ്പോഴേക്കും അവര് നോക്കി നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും സുധീഷ് കവിതയെ കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതും അവളിൽ നിന്നും മാറി താമസിക്കാൻ ഓക്കെയാണെന്ന് അനിയമ്മ പറഞ്ഞ കാര്യം സുഭാഷ് അറിയുന്നതും ദേഷ്യത്തോടെ അവൻ വീട്ടിലെത്തി ഈ കല്യാണം തനിക്ക് വേണ്ടെന്ന് എല്ലാവരോടുമായി പറയുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.